ദിയെ കണ്ടുകൊണ്ട് ആമേൻ നിങ്ങൾ തന്നെ ആമേൻ സ്തോത്രം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി ദൈവം നിലനിർത്തുകയും ചെയ്യുന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ ദാസൻ ആമേൻ പ്രിയ ജോവിൻ പാസ്റ്ററെ ഒരു ആമേൻ വാക്ക് പരിചയപ്പെടുത്തുവാൻ തൻ്റെ സാക്ഷ്യം ചില ആമേൻ നിമിഷങ്ങൾ നമ്മോട് പറയുവാനായി ക്ഷണിക്കും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ IPC UAE റീജിയന് സ്ട്രോങ് പില്ലേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തെയും ഒറ്റ വാക്കിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊല്ലം നോർത്ത് സെൻറ്ററിൽ ചീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു പുതിയ സഭാ സ്ഥാപന പ്രവർത്തനം ചെയ്ത് അവിടുത്തെ PYPA ചുമതലയും വഹിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 8-9 ആഴ്ചയോളമായി ഈ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ എന്നെ വിടുവിച്ച രക്ഷകനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ IPC UAE റീജിയൻ്റെ ഈ മഹാസമ്മേളനത്തിൽ ഒരു നിമിഷം നൽകിയ ഭാരഭാഗ്യങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എന്ന്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്ന, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു, തന്നെപ്പറ്റി പ്രാർത്ഥിക്കാൻ തനിക്ക് പോലും പ്രാപ്തിയില്ലാതെ കടന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമായവൻ്റെ വരവ് വന്നതോടുകൂടെ, ആ കരം അവൻ അനുകൂലമായതോടുകൂടെ അവൻ ദെക്കപ്പൊലിയുടെ സുവിശേഷകനായി മാറി എന്ന് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇന്നേക്ക് 22 വർഷം മുമ്പ് ഭീകരമായ ഒരു വാഹന അപകടത്തിൻ്റെ രൂപത്തിലും എൻ്റെ 19-ാമത്തെ വയസ്സിൽ ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ നടുവിലും പിന്നീട് 27-ാമത്തെ വയസ്സിൽ അതിൻ്റെ റിക്കറൻസി ഉണ്ടായി. അങ്ങനെ അതിഭീകരമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് 32-ാമത്തെ വയസ്സിൽ രോഗബാധ ഉണ്ടായ എൻ്റെ വലങ്കാല് എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇനി ഞാൻ ഉയരത്തില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല, ഇനി എന്ത് രോഗശാന്തി ഞാൻ പ്രസംഗിക്കുമെന്നൊക്കെ വിധി എഴുതി തള്ളിയ സമൂഹത്തിൻ്റെ നടുവിൽ സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമായവൻ്റെ ആ ജീവൻ എന്നിലേക്ക് വ്യാപരിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം ഈ രാജ്യത്ത് കടന്നു വന്ന് ഈ വലിയ സമൂഹത്തിൻ്റെ നടുവിൽ എന്നെ വിടുവിച്ചവൻ്റെ ആ സ്നേഹത്തെ ഉയർത്തിക്കാണിപ്പാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലാതായി എടുത്തു നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകൾ അടക്കം എല്ലാ നല്ല സാഹചര്യങ്ങളെയും തന്ന് എന്നെ നടത്തുന്ന രക്ഷകനെ ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ ഉയർത്തി പറയുന്നു. വിശ്വസിക്കുക, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ ഏത് ഘട്ടത്തിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന കർത്താവ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ്